കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ഏരൂർ ഗ്രാമപഞ്ചായത്ത് കേരള ശുചിത്വ മിഷനുമായി സഹകരിച്ച് ഓയിൽ പമ്പ് ഏരൂർ എസ്റ്റേറ്റിൽ സ്ഥാപിച്ച ഗോബർദ്ധൻ ബയോഗ്യാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പുനലൂർ MLA PA സുബാലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മാലിന്യം കുറയ്ക്കുന്നതിനോടൊപ്പം അതിൽ നിന്നും പുതിയ ഒരു ഉൽപ്പന്നം കൂടി ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിയെടുക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. രീതികൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബയോഗ്യാസ് എന്നത് വിനിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നോ ഇന്നലെയല്ല, കാലങ്ങൾക്കപ്പുറം മുതൽ തന്നെ ഈ ബയോഗ്യാസ് എന്നത് കേരളത്തിൽ തന്നെയും ഉപയോഗിച്ചു പോരുന്ന ഒരു രീതിയാണ്. നമ്മളിവിടെ പലതും മലിനമായി കളയുന്നിടത്തു നിന്നും അതിൽ നിന്നെല്ലാം നമുക്ക് ഉപയോഗപ്രദമാവുന്ന തരത്തിൽ പലതിനെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മാലിന്യത്തിന്റെ പട്ടികയിലേക്ക് വന്ന ഒന്നിൽ നിന്ന് ബയോഗ്യാസ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. അതുണ്ടാക്കുന്ന ഗുണം ചെറുതല്ല. മാലിന്യം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറയുന്നു, അല്ലെങ്കിൽ ഒഴിവാകുന്നു. അതോടൊപ്പം തന്നെ പുതിയൊരു ഉൽപ്പന്നത്തെ, ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഉൽപ്പന്നത്തെ ഉണ്ടാക്കാനും കഴിയും. മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിച്ചെറിയാനുള്ളതല്ലെന്നും ഇത് ഓരോന്നും ഓരോ അസംസ്കൃത വസ്തുവാണെന്നും പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു ധാരണ ഉണ്ടാകുമായിരുന്നില്ല. എത്ര പെട്ടെന്നാണ് നമുക്കത് ബോധ്യപ്പെടുത്തേണ്ടത്. അതാണ് ഇപ്പൊ ഇവിടെ ഈ ഗോബർദ്ധൻ എന്ന ഈ പദ്ധതി ബയോഗ്യാസിന്റെ രീതിയിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ തള്ളിക്കളഞ്ഞിരുന്ന വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യമായി ബുദ്ധിമുട്ടുണ്ടാക്കാമായിരുന്ന ഒന്നിനെ മറ്റൊരു ഉൽപ്പന്നത്തിന് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുവായി നമ്മുടെ കയ്യിലേക്ക് എത്തുക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G അജിത്ത്, ഓയിൽ പമ്പ് ചെയർമാൻ R രാജേന്ദ്രൻ, MD ജോൺ സെബാസ്റ്റ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, ജില്ലാ പഞ്ചായത്ത് അംഗം C അംബികാകുമാരി, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T അജയൻ, സ്ഥിരസമിതി അധ്യക്ഷൻ ഷൈൻ ബാബു തുടങ്ങി ജനപ്രതിനിധികൾ, ഓയിൽ പമ്പ് ഉദ്യോഗസ്ഥർ, ശുചിത്വ മിഷൻ അധികൃതർ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് 30 ലക്ഷവും ശുചിത്വ മിഷൻ അനുവദിച്ച 40 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. പദ്ധതി നടപ്പിലാകുന്നതോടെ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ കുറയുകയും ഈ മാലിന്യങ്ങളിൽ നിന്നും ഉപയോഗിക്കാൻ കഴിയും വിധം പാചകവാതകം ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും വിധമാണ് ഗോബർദ്ധൻ ബയോഗ്യാസ് നിർമ്മിച്ചിട്ടുള്ളത്. ഏരൂർ എസ്റ്റേറ്റിൽ ഫാക്ടറിയോട് ചേർന്നാണ് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചിട്ടുള്ളത്. നാട്ടുവാർത്ത, ഏരൂർ.